പാർവതി വീട്ടിൽ നിന്നും ബാഗുമായി ഇറങ്ങുന്നത് കാണുന്ന അരുന്ധതി പാർവതിയോട് കുട്ടികളെ വിട്ടിട്ട് പോകരുത് എന്ന് പറയാൻ വേണ്ടി പാർവതിയുടെ അടുത്ത് പോകുന്ന അരുന്ധതി പാർവതിയെ വിളിക്കുമ്പോൾ അരുന്ധതി പാർവതിയുടെ പുറകെ വരുന്ന രാഘവനെ കാണുന്നു. രാഘവനെ കാണുന്ന അരുന്ധതി ഇപ്പോൾ പാർവതിയോട് സംസാരിച്ചാൽ പാർവതിക്ക് അരുന്ധതി ഒരു ആത്മാവാണെന്ന് മനസ്സിലാകുമെന്ന് അറിയാവുന്ന അരുന്ധതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പാർവതി നിൽക്കുകയാണ്. പാർവതി അരുന്ധതി നിൽക്കുന്നത് കണ്ടു. പക്ഷേ പുറകിൽ രാഘവൻ നിൽക്കുന്നത് പാർവതി കണ്ടില്ല. പാർവതി എന്തിനാണ് പോകാതെ അവിടെ നിൽക്കുന്നത് എന്ന് വിചാരിച്ച് പാർവതിയുടെ അടുത്തേക്ക് പോവുകയാണ് രാഘവൻ. അപ്പോൾ പാർവതി ഈ വീട്ടിൽ നിന്നും പോവുകയാണെന്ന് പറയുന്നത് കേൾക്കുന്ന രാഘവനോടാണ് പാർവതി പറയുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന അരുന്ധതി പാർവതിയോട് പോകണ്ട എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പാർവതി സാറിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നും എനിക്ക് ഈ വീട്ടിൽ ജോലി ചെയ്യാൻ ഭാഗ്യമില്ല എന്നും പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന രാഘവൻ വിഷമിച്ച് നിൽക്കുന്നു. പാർവതി അരുന്ധതിയെ നോക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ പുറകിൽ നിൽക്കുന്ന രാഘവനോടാണ് പാർവതി സംസാരിക്കുന്നത് എന്നാണ് രാഘവൻ വിചാരിച്ചിരിക്കുന്നത്. രാഘവൻ അവിടെ നിന്ന് പോയാൽ മാത്രമേ പാർവതിയോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അരുന്ധതി നിൽക്കുന്ന സമയം അരുന്ധതി നിൽക്കുന്നതിന്റെ പുറകിൽ ഇരിക്കുന്ന ഗുപ്തനെ രാഘവൻ കാണുന്നു. ഗുപ്തൻ മോതിരം പോയതിൽ വിഷമിച്ചിരിക്കുകയാണ്. അരുന്ധതി മോതിരം എടുത്തത് കൊണ്ട് ഗുപ്തനെ എല്ലാവർക്കും ഇപ്പോൾ കാണാൻ കഴിയും. ഇയാൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ചോദിച്ച് രാഘവൻ ഗുപ്തന്റെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് രാഘവൻ ഗുപ്തനോട് എന്തിനാണ് ഈ വേഷം കെട്ടി ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗുപ്തൻ അലറി വിളിക്കുകയാണ്. കാരണം മനുഷ്യനായ രാഘവൻ ഗുപ്തനെ കണ്ടു. ഗുപ്തന്റെ അലറിയുള്ള വിളി കേട്ട് രാഘവന്റെ ചെവി പൊട്ടും പോലെ ആയി എന്ന് പറയുകയാണ്. ഗുപ്തൻ വിചാരിച്ചത് രാഘവൻ മരിച്ചതാണ്. അതാണ് രാഘവന് ഗുപ്തനെ കാണാൻ കഴിഞ്ഞത് എന്നാണ്. പക്ഷേ പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഗുപ്തനെ രാഘവൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഗുപ്തൻ അരുന്ധതിയോട് രക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അരുന്ധതി വിഷമിച്ച് നിൽക്കുന്ന പാർവതിയോട് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഈ വീട്ടിൽ തന്നെ നിനക്ക് നിൽക്കാമെന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അരുന്ധതി പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി എന്ന് അരുന്ധതി പറയുന്നത് കേൾക്കുന്ന പാർവതി അകത്തേക്ക് പോകുന്നു. പാർവതി അകത്തേക്ക് പോകുന്നത് കാണുന്ന അരുന്ധതി സമാധാനത്തോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അരുന്ധതി പാവം ഗുപ്തന്റെ കാര്യം ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് അരുന്ധതി. അടുത്ത സീനിൽ പാർവതി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കാണുന്ന മഹേശ്വരി ഇവൾ എന്തിനാണ് തിരിച്ചു വന്നതെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ പാർവതിയുടെ അടുത്തേക്ക് പോകുന്ന മഹേശ്വരി എന്തെങ്കിലും മറന്നുപോയത് കൊണ്ടാണോ തിരിച്ചു വന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാർവതി മറന്നുപോയതല്ല, തീരുമാനം എടുക്കാൻ വന്നതാണെന്നും പറഞ്ഞ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മഹേശ്വരി പാർവതിയെ തടയുന്നു. ദേഷ്യം വരുന്ന പാർവതി മഹേശ്വരിയുടെ കൈ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് കയറി പോകുന്നു. ഇതെല്ലാം കാണുന്ന അരുന്ധതി പാർവതിയുടെ ധൈര്യം കണ്ട് അഭിമാനത്തോടെ നിൽക്കുകയാണ്. അകത്ത് കയറുന്ന പാർവതി ലെഫ്റ്റനന്റ് എവിടെയാണ് എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് രാഘവനും എല്ലാവരും വരികയാണ്. മഹേന്ദ്രൻ അവിടേക്ക് വരുന്നു. പാർവതിയുടെ അടുത്ത് വരുന്ന മഹേന്ദ്രൻ ദേഷ്യത്തോടെ പാർവതിയെ നോക്കി നിൽക്കുകയാണ്. പാർവതി മഹേന്ദ്രനെ നോക്കി പേടിയോടെ നിൽക്കുന്നു. ഇതെല്ലാം കാണുന്ന അരുന്ധതി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.